ആദ്യം തിരുവനന്തപുരത്ത് വെച്ച് ചുവന്ന കൊടി കാണിച്ചു, ഇതിനെ ഒന്ന് ഇടിച്ചു. സ്വാഭാവികമായി എന്താ ചെയ്യുക? അത് തിരിച്ചു വിട്ട് എവിടെ കൂടെയെങ്കിലും സ്ഥലം. ഇയാൾ 7 മണിയായപ്പോഴത്തേക്ക് ഇറങ്ങി കം ക്രിമിനൽസ് കം കം. യഥാർത്ഥത്തിൽ 2012 TP ചന്ദ്രശേഖരനെ അവർ കൊലപ്പെടുത്തിയപ്പോൾ എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? ഈ ഫിയർ സൈക്കോസിസ് സമൂഹത്തിലാകെ പരത്തുക. മനസ്സിലായോ? അയാൾ അവിടെ ഇരുന്നു. അവസാനം എന്ത് പറ്റി? 17 പേരുടെ FIR കണ്ടിട്ട് അയാൾ പോയുള്ളൂ. ഇത് കൊടുക്കുന്നൊരു മെസ്സേജുണ്ട്. ഇത് ചെയ്യാൻ എന്തുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളിടത്താണ് അവർ കോംപ്രമൈസ്ഡ് ആണ് എന്ന് ഞാൻ പറയുന്നത്. ഇപ്പം നവകേരള സദസ്സ് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി. പഴയ അങ്ങാടിയിൽ ഒരുത്തരുടെ തലയടിച്ച് പൊട്ടിച്ചു, ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു. ഈ 52 വയസ്സുള്ള VD സതീശൻ പിറ്റേ ദിവസം അവിടെ ചെന്ന് നിരാഹാരിയിരിക്കുകയാണ്. അയാൾക്ക് നിരാഹാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, 58 വയസ്സല്ലേ ആയിക്കുള്ളൂ. ആ അവനെതിരെ FIR ഇട്ടിട്ട് ഇയാൾ 75 വയസ്സുള്ള ആരും മുമ്പ് ചെയ്യാമെങ്കിൽ പിന്നെ ഇയാൾക്ക് ചെയ്തു. ആ FIR ഇട്ടിട്ട് ഞാൻ പോകുള്ളൂ. ഇതിൽ നമ്മളിപ്പോൾ ഇതിനെ അങ്ങനെ ചെറുതായി കണ്ടാൽ പോരാന്ന് കൂടിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം CPM എന്ന് പറയുന്നൊരു പാർട്ടി എല്ലാ കാലത്തും ആളുകളെ ഭയപ്പെടുത്താൻ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താൻ അവർ പുറമെ, ഇപ്പോൾ മുഖ്യമന്ത്രി ഒരിക്കലും ഗവർണർക്കെതിരെ അതിനിശ്ചിതമായി വിമർശിച്ചിട്ടില്ല, ചില കാര്യങ്ങൾ ഒഴിച്ചു വെച്ചാൽ. പക്ഷേ എങ്കിലും അവർ ചെയ്യുന്ന സാധാരണ പരിപാടി അവരുടെ CIT-കാരെ കൊണ്ടോ അല്ലെങ്കിൽ ചുമട്ടുതൊഴിലാളികളോ അല്ലെങ്കിൽ അതുപോലെയുള്ള തൊഴിലാളി സംഘടനകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ DYFI എന്നും അതുപോലെ SFI എന്ന് പറയുന്ന സംഘടന ഉപയോഗിച്ചുകൊണ്ടും പാർട്ടിയിൽ നിന്ന് പുറത്തായവരെയും അല്ലെങ്കിൽ സാധാരണ ഒരു വ്യവസായികളെയും ചെറുകിട കച്ചവടം നടത്തുന്ന ആളുകളെയും ഒക്കെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിൽ ഒരു കച്ചവടക്കാരൻ പോലും അവൻ്റെ ഒരു രാഷ്ട്രീയ അഭിപ്രായം പോലും തുറന്നു പറയാത്തത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഒരു എറണാകുളം മാർക്കറ്റിൽ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ദേശാഭിമാനി അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ പിള്ളേരോട് പറയാം, സാറ് എല്ലാ ദിവസവും വേണമെങ്കിൽ ഞാനങ്ങ് വീട്ടിലേക്ക് ഇടാൻ പറയാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാനത് വായിക്കാറില്ല, പക്ഷെ പേടിച്ചിട്ട് മേടിക്കുന്നതാണ്, സാറേ മേടിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം സത്യത്തിൽ സാധാരണ ജനങ്ങളുടെയൊക്കെ അടുത്തേക്ക് എടുക്കുന്ന ഒരു ഭയപ്പെടുത്തലും ഭീഷണിയും സമ്മർദ്ദവും ഒക്കെ ഏറ്റവും ഒടുവിൽ ഗവർണറുടെ കൂടി ട്രൈ ചെയ്യുന്നു എന്നല്ലേ സാർ നമ്മൾ വിചാരിക്കേണ്ടത്? അല്ല രതീഷ് പറഞ്ഞതാണ് അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി. യഥാർത്ഥത്തിൽ 2012 TP ചന്ദ്രശേഖരനെ അവർ കൊലപ്പെടുത്തിയപ്പോൾ എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? ഈ ഫിയർ സൈക്കോസിസ് സമൂഹത്തിലാകെ പരത്തുക. ഗവർണറുടെ തന്ത കുളിക്കുന്ന ബാനറുകൾ എഴുതി അതാണ് അവർ ചെയ്തത്. പക്ഷെ അവർ പാളിപ്പോയത് എവിടെയാണ്? പാളിപ്പോയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരാൾ അപ്പുറത്ത് വന്നതോടുകൂടി. ഇപ്പം നമ്മൾ ഗവർണർക്കെതിരായിട്ടുള്ള ഇവരുടെ സമീപനത്തോട് ഗവർണർ നടത്തിയിട്ടുള്ള പ്രതികരണം നമ്മളൊന്ന് നോക്കിയേ. ആദ്യം തിരുവനന്തപുരത്ത് വെച്ച് ചുവന്ന കൊടി കാണിച്ചു, ഇതിനെ ഒന്ന് ഇടിച്ചു. സ്വാഭാവികമായി എന്താ ചെയ്യുക? അത് തിരിച്ചു വിട്ട് എവിടെ കൂടെയെങ്കിലും സ്ഥലം. ഇയാൾ 7 മണിയായപ്പോഴത്തേക്ക് ഇറങ്ങി കം ക്രിമിനൽസ് കം കം. മനസ്സിലായോ? അതിനുശേഷം അയാൾ കോഴിക്കോട് ചെന്നു. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ ആരാണ് എതിർ ഭാഗത്ത് നിൽക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവന്മാർ റിട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ 5 വർഷക്കാലം ഒരു ദിവസം പോലും പിന്നെ ഉമ്മൻചാണ്ടിക്ക് സ്വസ്ഥത കൊടുത്തിട്ടില്ല, മുൾമുനയിൽ നിർത്തുകയാണ്. മനസ്സിലായോ? അപ്പം ഇയാൾ അവിടെ ചെന്നു. അതുപോലെ കോഴിക്കോട് അയാൾ ചെന്നു, ഇറങ്ങി പോസ്റ്റർ അവിടെ നിന്ന് അയാൾ ഊരിപ്പിച്ചിട്ട് അതിൻ്റെ തൊട്ട് ദിവസം അയാൾ എവിടെ പോയി മറ്റേ മിഠായി തെരുവ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ഈ എതിർഭാഗത്ത് നിൽക്കുന്ന ശത്രുവിന് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ഇപ്പം അയാൾ നിയമസഭയിൽ ചെന്നു, അയാൾ എല്ലാവരും അഭിസംബോധന ചെയ്തിട്ട് അവസാന പാരഗ്രാഫ് മാത്രം വായിച്ചിട്ട് അയാൾ പോയി. അയാളെ കുറ്റപ്പെടുത്താനേ പറ്റില്ല. കാരണം അയാൾ അവസാനം വായിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ഈ പറഞ്ഞ പോലെ അംഗീകരിക്കുന്നതിന് അതൊന്ന്. അപ്പം ഈ സമര രൂപങ്ങളുടെയൊക്കെ സ്വഭാവം നമ്മളൊന്ന് നോക്കണം. അപ്പോൾ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു അൺറിലൻറ്റിങ്, ഒരു അൺകോംപ്രമൈസിങ് ഫീലാണ് ഇത് എതിർ കക്ഷിക്ക് കൊടുക്കും. ഇതൊരു മനഃശാസ്ത്രപരമായി അവരെ അങ്ങ് അടിച്ചിരുത്തുന്നൊരു സാധനമാണ്. ഇപ്പം നിലമേലുള്ള സാധനം തന്നെ നിങ്ങൾ നോക്കൂ. നിലമേൽ അയാൾ ഒരു കസറിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന വെച്ചാൽ അച്യുതാനന്ദൻ്റെ കൂടെ ഇപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. അച്യുതാനന്ദൻ സെക്രട്ടറിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാവട്ടെ, അച്യുതാനന്ദൻ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട് പോയപ്പോഴാവട്ടെ, അല്ലെങ്കിൽ അച്യുതാനന്ദൻ മറ്റേ മതികെട്ടാനി പോയപ്പോഴാവട്ടെ, പൂവിൻകുട്ടി പോയപ്പോഴാവട്ടെ, കൊടുക്കുന്നൊരു മനസ്സിലായോ? ഒരു എതിർ ക്യാമ്പിനെ അങ്ങ് വല്ലാതെ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയാണ് നിങ്ങൾ. മനസ്സിലായോ? അയാൾ അവിടെ ഇരുന്നു. അവസാനം എന്ത് പറ്റി? 17 പേരുടെ FIR കണ്ടിട്ട് അയാൾ പോയുള്ളൂ. ഇത് കൊടുക്കുന്നൊരു മെസ്സേജുണ്ട്. ഇത് ചെയ്യാൻ എന്തുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളിടത്താണ് അവർ കോംപ്രമൈസ്ഡ് ആണ് എന്ന് ഞാൻ പറയുന്നത്. ഇപ്പം നവകേരള സദസ്സ് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി. പഴയ അങ്ങാടിയിൽ ഒരുത്തരുടെ തലയടിച്ച് പൊട്ടിച്ചു, ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു. ഈ 52 വയസ്സുള്ള VD സതീശൻ പിറ്റേ ദിവസം അവിടെ ചെന്ന് നിരാഹാരിയിരിക്കുകയാണ്. അയാൾക്ക് നിരാഹാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, 58 വയസ്സല്ലേ ആയിക്കുള്ളൂ.
ആ പൊട്ടിച്ചവൻ്റെ അവനെതിരെ FIR ഇട്ടിട്ട് ഇയാൾ 75 വയസ്സുള്ള ആരും മുഹമ്മദ് ഖാൻ ചെയ്യാമെങ്കിൽ പിന്നെ ഇയാൾക്ക് ചെയ്തു ആ FIR ഇട്ടിട്ട് ഞാൻ പോകുള്ളൂ. മനസ്സിലാവും. അപ്പോൾ ഇത് ചെയ്താലുള്ള ഗുണം എന്താണ്? ഓരോന്ന് ചെയ്യുന്നതിന് മുമ്പ് ഇനി നാളെ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ വന്ന് സത്യാഗ്രഹം ഇരിക്കുമോ എന്നുള്ള തോന്നൽ ഭരണകൂടത്തിനെ ബാധിക്കും. അതേസമയം എത്ര മതിൽ പൊളിച്ചാലും എത്ര മതിൽ കിട്ടിയാലും എത്ര അടിച്ച് തല പൊട്ടിയാലും എത്ര കാണയിലോട്ട് ചവിട്ടി ഇട്ടാലും എത്ര കസ്റ്റഡി ഇരിക്കുന്നവന്മാരെ അടിച്ചു കഴിഞ്ഞാലും ഈ വൃത്തികെട്ടവൻ ഈ പ്രതിപക്ഷ നേതാവ് ഇയാൾ ഒരു പുല്ലും ചെയ്യില്ല എന്നുള്ളതാണ് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് എന്തും ചെയ്യാനുള്ള. ഇപ്പോൾ അഴിമതി തന്നെ രതീഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ അഴിമതി ചെയ്യുമ്പോൾ ഇയാൾ കോടതിയിലോട്ടൊന്ന് പോയിരുന്നെങ്കിലോ സ്വാഭാവികമായ ഒരു ഭയം അപ്പുറം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയാളൊരു അന്തർധാരയുടെ ആളാണ് എന്ന് ഞാൻ പറയാൻ കാര്യം. പി ഡി സതീശൻ ഇപ്പോൾ പുതിയതായിട്ട് മമ്മൂട്ടിക്ക് ഇത് കൊടുക്കണം. ഹൂ കെയർസ്? ഇവിടെ മനുഷ്യൻ ഇതിൻ്റെ വിലക്കയറ്റം കൊണ്ടും അവനെ പോലീസ് അട്രോസിറ്റി കൊണ്ടും ഭൂമി കയ്യേറ്റം കൊണ്ടും സ്ത്രീപീഡനം കൊണ്ടും ഒക്കെ ഇവിടെ കിടന്ന് മനുഷ്യൻ ഞെളിവിരി കൊള്ളുമ്പം അയാൾ പറയുകയാണ്. അപ്പം അല്ല, ഇന്ന് തന്നെ പ്രതിപക്ഷം, ഇപ്പോൾ ഇതുവരെ ഞാൻ ഈ വിഷയത്തിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ടാണ്, പക്ഷേ ഇന്ന് തന്നെ പ്രതിപക്ഷം ചെയ്തേക്കുന്ന ഒരു കാര്യം ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ ആണ് എടുത്തേക്കുന്നത്. അതേസമയം എക്സാലോജിക്കോ മാസപ്പടി വിവാദമോ എടുത്തിട്ടേ ഇല്ല പ്രതിപക്ഷം. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ പോലും ഇത് കോംപ്രമൈസാണിത്. കോംപ്രമൈസാണ്. ഇപ്പം തന്നെ പ്രതിപക്ഷം പറയുന്നത് ഇത് ഗവൺമെൻറ്റും പിന്നെ ഇയാളും തമ്മിലുള്ള ഒത്തുകളിയാണ്. എന്തൊരു ഞാൻ വെച്ചാൽ ഹൈറ്റ് ഓഫ് അബ്സർഡിറ്റി അല്ലേ ഇത്? അയാൾ മുൾമുനയിൽ നിർത്തുകയാണ് ഗവൺമെൻറ്റിനെ. അല്ല, സാറ് നേരത്തെ പറഞ്ഞൊരു വാചകത്തിന് പുള്ളി വേറൊരാളുടെ കോട്ടെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗവർണർ. അതായത് നിങ്ങൾ പ്രശ്നങ്ങളെ ധൈര്യമായി അങ്ങോട്ട് നിന്ന് നേരിടണം, എതിരാളികൾ കുരങ്ങന്മാരെ പോലെ ഓടി വിളിക്കുന്നതാണ്. കോഴിക്കോടും തിരുവനന്തപുരത്ത് കണ്ടതാണ്. കാരണം കവാഡ് റാസ്കൽസ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിയപ്പോൾ SFIക്കാർ അപ്പം തന്നെ കണ്ടവഴി ഓടിക്കളഞ്ഞു. ശരിക്കും പിണറായി അല്ലേ കുരങ്ങന്മാരെ പോലെ വാലിച്ചുരുട്ടി ഓടിക്കുന്നത്? അതെ അതെ അല്ലേ? അപ്പം ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? ഇതൊക്കെ കാണിക്കുന്നത് ക്ലിയർ ആയിട്ടുള്ള അന്തർധാര. എനിക്ക് പ്രതിപക്ഷ നേതാവ് അയാൾ എത്ര അഴിമതി അയാൾ പ്രതിപക്ഷ നേതാവിന് ശേഷം ഇവിടെ നടന്നു. അതിലേതിനെതിരായിട്ടാണ് അയാൾ കോടതി പോയത്? അവസാനം വിമർശനം സഹിക്കുക വയ്യാതെ അയാൾ പോയി. മുട്ടിൽ മരമുറി ഇവിടെ നടന്നു, കോടികളുടെ മുട്ടിൽ മരമുറി ഇവിടെ നടന്നപ്പോഴത്തേക്ക് അയാളൊരു 3 അംഗ കമ്മിറ്റി ഉണ്ടാക്കി. 3 അംഗ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പറഞ്ഞു പിന്നെ അവരുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ കോടതി പോകുമെന്ന് പറഞ്ഞു. എവിടെ പോയി? കൊല്ലം 2.5 കഴിഞ്ഞു. അല്ല, ഇതിൽ ചില പറയാതെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സാറ് എക്സാലോജിക്കിനെതിരെ SFIOയുടെ അന്വേഷണം വേണം എന്ന് പറഞ്ഞപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാർ എന്നെ ഇരുന്ന് പകുതിക്ക് വെച്ച് നിർത്തിയൊരു വാചകമുണ്ട്. അതായത് SFIOയുടെ അന്വേഷണം വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും കരിമണൽ കർത്തയുടെ CMRNലെ എല്ലാ നടപടികളും അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ചാൽ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് നിർത്തി. അന്വേഷിച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രശ്നമായിരിക്കും. അതായിരിക്കാം ഞാൻ പറഞ്ഞത്. അതായിക്കോട്ടെ, അതാണെങ്കിൽ പോലും അവിടെയും ഞാനിതിനെ രണ്ടിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം കുഞ്ഞാലിക്കുട്ടിയും ചെന്നിത്തലയും വന്നിട്ടുള്ളത് ഞങ്ങൾ മേടിച്ചു. അതെ, ഞങ്ങളുടെ റെസീപ്റ്റ് കൊടുത്ത് മേടിച്ചു. കോർപ്പറേഷനിൽ നിന്ന് മേടിക്കാറുണ്ട്. എന്തുകൊണ്ട് പിണറായി അത് പറയുന്നില്ല? പിണറായി പറയുന്നത് ഞാൻ ആ PV അല്ലെന്നാണ്. അബ്സേർഡാണ്. അവരുടെ എല്ലാ മെറ്റീരിയലും ഉണ്ട്. മനസ്സിലായി? അപ്പം സ്വാഭാവികമായും ഇതെല്ലാം ഒന്നാണെന്നുള്ള തോന്നൽ ഒരു വശത്ത് ശക്തിപ്പെടുമ്പോഴാണ് ഇതിനെതിരെ അൺറിലൻറ്റിംഗ് ആയി ഫൈറ്റ് ചെയ്യാം എന്നൊരു വന്യ വയോധികൻ കാണിച്ചു കൊടുക്കുന്നത്. അല്ല, അവിടെ സാറേ ഇവർക്കൊരു നെറേറ്റീവ് ഉണ്ടാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, ഓൾ ഇന്ത്യ ലെവൽ ബേസിസിൽ. കാരണം ഇപ്പോൾ RN രവി തമിഴ്നാട്ടിലാണെങ്കിലും പഞ്ചാബിൻ്റെ ഗവർണറാണെങ്കിലും തെലങ്കാനയുടെ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഗവർണർമാരെല്ലാം ഒരു BJPയുടെ അല്ലെങ്കിൽ RSS സംഘപരിവാറിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രതിപക്ഷത്തുള്ള പാർട്ടികളെ അസ്ഥിരപ്പെടുത്താനും അവരുടെ ഗവൺമെൻറ്റുകളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നുള്ളൊരു നെറേറ്റീവ് ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ടാക്കാൻ ചില നടപടികൾ അവരെ സഹായിച്ചിട്ടുണ്ട്. അല്ല രതീഷ്, ഞാനത് തള്ളിക്കളയുന്നില്ല. അത് മാത്രമല്ല, നോർത്തിലൊക്കെ ഉള്ളൊരു നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ BJPയെ ആകപ്പാടെ എതിർക്കുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി എന്നൊരു അങ്ങനെ ഒരു നെറേറ്റീവ് ഒക്കെ ഓൾ ഇന്ത്യയിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലായോ? അതൊക്കെ ഞാനതിനോട് യോജിക്കുന്നു. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ സമരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 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 ആംബിയൻസ് എന്ന് പറയുന്നത് ഈ പിണറായി എന്ന് പറഞ്ഞാൽ ഇയാളെ എതിർക്കാം, ഇയാളെ തോൽപ്പിക്കാം എന്നുള്ളതൊന്ന്. 2, പ്രതിപക്ഷത്തിൻ്റെ മുഴുവൻ സ്പേസും, കോൺഗ്രസിൻ്റെ മുഴുവൻ സ്പേസും UDFയുടെ മുഴുവൻ സ്പേസും, അതിനപ്പുറത്ത് BJP. നമ്മൾ BJPയുടെ കാര്യം കൂടെ നമ്മൾ ചർച്ച ചെയ്യാതിരിക്കാൻ കാര്യമില്ല. എന്താണ് പിന്നെ ഇയാൾ പറഞ്ഞത്, കെ സുരേന്ദ്രൻ പറഞ്ഞത്? ഇനി അടിച്ചാൽ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ ആൾ ഗവർണർ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും മറ്റേ കാസർഗോഡ് നിന്ന് ജാഥ തുടങ്ങുകയാണ്. മനസ്സിലായോ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ DYFIക്കാരാണ് ഈ പറഞ്ഞ പോലെ അടി മുഴുവൻ നടത്തിയത്. എന്തായിരുന്നു BJPക്കാരുടെ പ്രതികരണം? ഒരനക്കം ഉണ്ടായിരുന്നില്ല അവർക്ക്. മനസ്സിലായി? അപ്പം യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സമരം
പിന്നെ കോൺഗ്രസിനെ അപ്രസക്തമാക്കുക മാത്രമല്ല അയാൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ BJP അപ്രസക്തമാക്കുകയാണ് അയാൾ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ ആ അർത്ഥത്തിൽ അതിന് വലിയ മാനങ്ങളുണ്ട്. അയാളുടെ രാഷ്ട്രീയത്തെ നമ്മൾക്ക് പല്ലുന്നൊക്കെ ഉപയോഗിച്ച് എതിർക്കാം, അങ്ങനെ എതിർക്കുക തന്നെ വേണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ അതേസമയം പിണറായി എന്ന് പറഞ്ഞ ഈ റൂത്ത്ലെസ് ആയിട്ടുള്ള ഈ ഡിക്റ്റേറ്ററിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഒരു വന്യ വയോധികന് കഴിയും എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അയാൾ തെളിയിച്ചു ഈ സമരത്തിലൂടെ. ഞാനത് പലയിടത്തും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇതിനൊരു അഭിവാദ്യം അർപ്പിക്കണം എന്ന് പോലും ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയാനാഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ പ്രതിപക്ഷം ചെയ്യുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരത് ചെയ്യണമെന്ന് പലപ്പോഴും ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ 58 വയസ്സുകാരന് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പിന്നെ 75 വയസ്സുകാരൻ ചെയ്യുന്നത്. സ്വാഭാവികമായും അത് ഫലമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമരം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അയാൾ ആ ചെയ്യുന്ന സമരവുമായി മത്സരിക്കാനാണ് UDF ശ്രമിക്കേണ്ടത്. അതിന് പകരം UDF എന്താണ് ചെയ്യുന്നത്? ഈ LDFിൻ്റെ തലയെ കൊണ്ടുവന്ന് കക്ഷത്തിൽ കൊണ്ട് തലവുക. ശരിക്കും എന്താ അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഈ ഗവർണർ ഈ അവസാന പാരഗ്രാഫും വായിച്ചിട്ട് ഇറങ്ങിപ്പോയി. തൊട്ടു പിന്നാലെ VD സതീശൻ വന്നിട്ട് നിയമസഭയെ അവഹേളിച്ചു. അതെ, അതിൻ്റെ പുറകെ കുഞ്ഞാലിക്കുട്ടി. പിന്നെ കുഞ്ഞാലിക്കുട്ടി നമുക്കറിയാലോ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായി? ചോറ് കുഞ്ഞാലിക്കുട്ടി UDFിലല്ല അല്ലല്ലോ, ഒരു കാലത്തും ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അദ്ദേഹത്തിന് അത് ചെയ്യാതെ നിവൃത്തിയില്ല, അവിടെ നിന്ന് ചെയ്തോട്ടെ. എന്നാൽ ഗവർണർ ചെയ്ത ഈ പ്രവർത്തനത്തിനെ സർക്കാരിനെ ഉപയോഗിച്ച് അടിക്കാനുള്ള വടിയായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം സർക്കാരിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് സർക്കാരിനെ ന്യായീകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിയമസഭയെ അവഹേളിക്കുകയാണ് ഗവർണർ എന്ന് പിണറായി വിജയൻ പോലും പറഞ്ഞില്ല. അസുഖമായിരിക്കും. CPM പോലും പറഞ്ഞില്ല. CPM പോലും പറയാത്ത രീതിയിൽ. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇയാൾ എന്തോ ഒരു നേരത്തെ നിങ്ങൾ പറഞ്ഞാൽ എന്തോ ഒരു സിൻഡ്രോം അയാളെ ബാധിക്കണം. എന്താണ് ഞാൻ BJP-കാരനാണെന്ന് ആരെങ്കിലും പറയുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ കക്ഷത്തിൽ ഇയാളുടെ തല എത്തുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സമരം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ല, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ CRPF വന്നത് ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. കാരണം എന്താണെങ്കിലും ഇപ്പോൾ CRPF ആകുമ്പോഴത്തേക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പോപ്പുലർ ഫ്രണ്ടെന്നോ അല്ലെങ്കിൽ SFI എന്നോ DYFI എന്നോ അവർക്ക് കേട്ടിട്ടുണ്ടാവില്ല. അവർ നന്നായി തന്നെ ഇതിനെ നേരിടും, കാരണം അയാളുടെ സുരക്ഷ നോക്കുമ്പോൾ. രണ്ടാമതൊരു കാര്യം, ആ സുരക്ഷയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ടായാൽ ഉറപ്പായിട്ടും വേണമെങ്കിൽ മുൻകൂർ അനുമതി മേടിക്കാതെ തന്നെ വെടിവെക്കാനുള്ള അവകാശവും കൂടി CRPFനുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒരു പ്രസ്താവന തന്നെ ഞെട്ടിച്ചു. ആ പ്രസ്താവനയിൽ MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് ഞങ്ങൾ സമരം തുടരുമെന്നാണ്. എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പലപ്പോഴും CPM ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടെന്ന് ആരോപണമുള്ളതുപോലെ ഒരു രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ കൂടി ഇത് കാരണമാവില്ല. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടുള്ളൊരു മൈലേജും അല്ല, അതൊക്കെ CPM-നെ സംബന്ധിച്ചോ CPM അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. പക്ഷേ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇപ്പോൾ രതീഷ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഞങ്ങൾ സമരം തുടരും എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ഗോവിന്ദൻ പാർട്ടിയുടെ സെക്രട്ടറിയാണ്. SFI ഒരു വിദ്യാർത്ഥി സംഘടന, സ്വതന്ത്ര സംഘടന എന്നാണ് പറയുന്നത്. ആ സ്വതന്ത്ര സംഘടന അല്ല എന്നും CPM എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇതിന് പുറകിലുള്ളതെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ക്ലിയറായി, അല്ലെങ്കിൽ വോട്ടറായോണ്ടോ ആണെന്നറിയില്ല, അയാൾ പറഞ്ഞു കഴിഞ്ഞു. അവസാനമായി നമുക്ക് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ട കാര്യം വെച്ചാൽ ഈ എവിടെയെങ്കിലും ഒരു രക്തസാക്ഷിയെ, കാരണം ഇനിയിപ്പോൾ ഒരു രക്തസാക്ഷിയെ കിട്ടിയാൽ മാത്രമേ ഇതൊന്നും പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉള്ളാലെ CRPF-കാർ വന്നതിൽ സന്തോഷിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മറുഭാഗത്തൊരു വലിയ പ്രതിസന്ധി ഇവർ നേരിടാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 124 എന്ന് പറഞ്ഞ വകുപ്പാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് SFI-യുടെ പിള്ളേരുടെ പിന്നെ നമുക്ക് ഈ ഒരു പോയിന്റോട് നമുക്ക് അവസാനിപ്പിക്കും. SFI പിള്ളേരുടെ മാതാപിതാക്കളൊന്നും ഇനി ഗവർണർക്ക് കരിങ്കൊടി കാണിക്കാൻ പിള്ളേരെ വിട്ടുകൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഇത് വലിയ അപകടമാണ് SFI-യെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ മനസ്സിലാക്കുക. പിന്നെ CRPF വന്നപ്പോൾ ഞങ്ങൾ സമരം തുടരുന്നല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ MV ഗോവിന്ദൻ്റെ മക്കളെയും പിന്നെ പിണറായി വിജയൻ്റെ മക്കളെയും PM മാർഷോയും അവരെയൊക്കെ ഇറക്കി സമരം ചെയ്യട്ടെ. കഴിയുമോ അവർക്കത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് വലിയൊരു സൂചനയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, ഇടതിനും വലതിനും BJP-ക്കും ഗവർണർ തൻ്റെ സമരത്തിലൂടെ നൽകിയിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.